മുഖ്യമന്ത്രിക്കെതിരെ DGP ജേക്കബ് തോമസ് നിയമ നടപടിക്കൊരുങ്ങുന്നു. ജേക്കബ് തോമസ് DGP സെൻകുമാറിന് കത്ത് നൽകി. ഇതിനായ പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തണമെന്നാണ് കത്തിൽ ആവശ്യം. 10 ദിവസത്തിനകം തിരുത്തിയില്ലെങ്കിൽ മാനനഷ്ട കേസ് നൽകുമെന്നും ജേക്കബ് തോമസ് കത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാകും ഇത്തരമൊരു സംഭവം. എന്തൊക്കെ വിവരങ്ങളാണ് കത്തിലുള്ളത്? DGP ജേക്കബ് തോമസ് മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത. അതായത് DGP ജേക്കബ് തോമസ് ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില കർശന നടപടികൾക്ക് മുതിർന്നിരുന്നു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഫ്ളാറ്റുകൾക്ക് അനുമതി നൽകാനാവില്ല എന്ന കർക്കശ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 70ഓളം ഫ്ളാറ്റുകൾക്കെതിരെയാണ് അദ്ദേഹം നടപടി സ്വീകരിച്ചത്. ഇക്കാര്യം ശക്തമായി ഉയർന്നു വരികയും ഫ്ളാറ്റ് ഉടമകൾ ഇദ്ദേഹത്തിനെതിരെ തിരികുകയും ചെയ്തൊരു സാഹചര്യം ഉടലെടുത്തിരുന്നു. ഈ സമയത്ത് മുഖ്യമന്ത്രി ഇടപെടുകയും മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ജേക്കബ് തോമസിനെ കൈകാര്യം ചെയ്യാൻ തനിക്ക് അറിയാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. പിന്നീട് ഫയർഫോഴ്സ് മേധാവിയായി വന്ന DGP അനിൽകാന്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGP ജേക്കബ് തോമസിന്റെ നിലപാടുകൾ ശരിയായിരുന്നു എന്ന റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ദിനകർ, ഈ അനിൽകാന്ത് സമർപ്പിച്ച റിപ്പോർട്ടും ജേക്കബ് തോമസിന്റെ നടപടികളെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ജേക്കബ് തോമസിന്റെ ഈ കത്ത് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ? ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹണി സൂചിപ്പിച്ചതുപോലെ അനിൽകാന്ത് തന്റെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അത് DGP ജേക്കബ് തോമസിന്റെ നിലപാടുകൾക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് അനിൽകാന്ത് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി തനിക്കെതിരായി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് DGP ജേക്കബ് തോമസ് ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി 10 ദിവസത്തിനകം തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് ചീഫ് സെക്രട്ടറി DGP സെൻകുമാറിന് നൽകിയ കത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. DGP സെൻകുമാർ ഈ കത്ത് ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. ചീഫ് സെക്രട്ടറി ഇതിന്മേൽ 10 ദിവസത്തിനകം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അതല്ല എങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ മാധ്യമങ്ങളിൽ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് DGP ജേക്കബ് തോമസിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു എന്നായിരുന്നു. ഈ പൊതുജനങ്ങളിൽ നിന്നടക്കം പരാതികൾ ലഭിച്ചിരുന്നു എന്നായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തെ മാറ്റിയതിന്റെ പൂർണ്ണമായ ചുമതല തനിക്കാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. എന്നാൽ അദ്ദേഹത്തിനെതിരെ പരാതികൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ വ്യക്തമാവുകയും ചെയ്തു. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വാക്കാൽ പരാതി ഉണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ, അതായത് അനിൽകാന്തിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 നില ഫ്ളാറ്റുകൾ മാത്രം മതിയോ കേരളത്തിൽ എന്നായിരുന്നു. അതിനർത്ഥം സംസ്ഥാനത്ത് ഫ്ളാറ്റുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ ജനങ്ങളുടെ സുരക്ഷ പ്രധാനമല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ അനുമതി നൽകണം എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത്. എന്തായാലും വലിയ വിവാദമായി തീർന്ന പശ്ചാത്തലം അത് വീണ്ടും വിവാദത്തിലേക്ക് ഉയർന്നു. മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് ആദ്യമായി ഒരു DGP ഒരുങ്ങുന്നു എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGP ജേക്കബ് തോമസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. നീതിക്ക് വേണ്ടി ജീവിക്കണോ അതോ ജോലിക്ക് വേണ്ടി ജീവിക്കണോ എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. DGP ജേക്കബ് തോമസ് ഒരിഞ്ച് പോലും പിന്നോട്ടില്ല, അല്ലെങ്കിൽ തന്റെ നീതി നിർവഹണത്തിൽ അല്ലെങ്കിൽ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ പിന്നോട്ടില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഹണി, ദിനകർ, തനിക്കെതിരെ നടത്തിയ പ്രസ്താവന മുഖ്യമന്ത്രി പിൻവലിക്കണമെന്ന് ജേക്കബ് തോമസ് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരമൊരു നടപടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യവുമാണ്. ഈ സാഹചര്യത്തിൽ ഈ ജേക്കബ് തോമസിന്റെ ഈ നടപടി സംസ്ഥാന പോലീസിനെ ഭരണതലത്തിലൊക്കെ എത്തരത്തിലുള്ള ഒരു പ്രതികരണമാകും ഉണ്ടാക്കുക? ഹണി, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു DGP ജേക്കബ് തോമസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എതിരെ ഉള്ള നടപടികൾ, അതായത് പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് DGPക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് DGP സെൻകുമാർ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു.
ചീഫ് സെക്രട്ടറി ഈ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങവെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാർ ഇക്കാര്യത്തിൽ DGP ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തിയത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന വാർത്ത അന്ന് പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി. ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ DGP ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ട എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. സ്വാഭാവികമായും അത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും അത്തരത്തിൽ ഒരു നിയമ നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ നടപടികൾ വേണ്ട എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മാത്രവുമല്ല, അദ്ദേഹം ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്ന പൂർണ്ണമായ ബോധ്യം വന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായത്. എന്തായാലും ജേക്കബ് തോമസ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വസ്തുത. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ വളരെ പേരെടുത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് ജേക്കബ് തോമസ്. തന്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥൻ, അനീതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നൊക്കെ ഉള്ള പ്രതിച്ഛായുള്ള ഒരു വ്യക്തി കൂടിയാണ് ജേക്കബ് തോമസ്. മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം നീങ്ങുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിന് മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആണ് മുഖ്യമന്ത്രിക്കെതിരെ DGP ജേക്കബ് തോമസ് തനിക്കെതിരായ പ്രസ്താവന മുഖ്യമന്ത്രി പിൻവലിക്കണമെന്ന് ജേക്കബ് തോമസ് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് DGP ജേക്കബ് തോമസ് സെൻകുമാറിന് കത്ത് നൽകി. വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്.